ശനിയാഴ്ചയാണ്. രാവിലെ ഇപ്പോൾ 10 മണി കഴിഞ്ഞു. അപ്പോൾ അങ്കിത്ത് സ്കൂളിൽ പോയി. രാക്കെ കാർ സർവീസ് ചെയ്യാനായിട്ട് സർവീസ് സ്റ്റേഷനിൽ പോയി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇന്ന് ഇല്ലാത്തതുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വെച്ച് പോവാം കേട്ടോ. കാണിച്ചു തരാം. നല്ല പഴുത്ത 2 പഴം ഇരിപ്പുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ച് അതിന് പോവാം കേട്ടോ. അതിന് വേണ്ടി ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ പുഞ്ചപ്പൊടിയാണ് പുട്ടിൻ്റെ, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നല്ല പഴുത്ത പഴം കേട്ടോ, റോബസ്റ്റ പോലെ ഇവിടെ കിട്ടുന്ന മഞ്ഞപ്പഴം, അത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അത് അടിച്ചിട്ട് അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള എത്രയാണെന്ന് വെച്ചാൽ ആ ശർക്കര ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇവിടെ ഞാൻ ശർക്കര പൊടിയായിട്ടാണ് വാങ്ങുന്നത്, അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടില്ല, ഉടക്കുകയും പിടിക്കുകയും ഒന്നും വേണ്ട. കുറച്ച് ഗോതമ്പ് മാവും കൂടെ ഞാൻ അരിപ്പൊടിയിൽ ചേർത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് അരിപ്പൊടിയും 1/2 ഗ്ലാസ് ഗോതമ്പ് മാവും. അതിലേക്ക് നമ്മുടെ ശർക്കര പഴം കൂട്ട് അടിച്ചെടുത്ത കൂട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് പാലും കൂടെ ആ മിക്സിയിൽ തന്നെ ഒന്ന് കറക്കിയെടുത്ത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും 3 ടേബിൾ സ്പൂണോളം ഉരുക്കിയ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ആ മാവിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പക്കാര കുറച്ച് എണ്ണ ഒഴിച്ചു, ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കരുത്. അത് നമ്മൾ ഉണ്ണിയപ്പം ഒഴിക്കുമ്പോൾ അതിങ്ങനെ പുറത്തോട്ട് വന്ന് പുറത്തൊക്കെ ആകും, ചൂടും കൂടെ ആകത്തില്ല, അപ്പം നമുക്ക് കൺട്രോൾ കിട്ടത്തില്ല. അപ്പം ഞാൻ കുറച്ച് പകുതിയോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് നമുക്ക് നമ്മുടെ മാവ് ഒരു സ്പൂൺ വെച്ച് മെല്ലെ മെല്ലെ കോരി ഒഴിച്ചു കൊടുക്കാം. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു പലഹാരമാണ് ഈ ഉണ്ണിയപ്പം. നമ്മുടെ എൻ്റെ ചട്ടി എന്ന് പറയുന്നത് അത്ര ബാലൻസും ഇല്ല. ഞാനൊരു വളരെ സൂക്ഷിച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇത് ഇളകി വരുമെന്നൊക്കെ ഉള്ള ടെൻഷനാണ്, പക്ഷെ ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഇളകി വരുന്നുണ്ട്. ഇനി മെല്ലെ മെല്ലെ നമുക്ക് മൂത്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഞാൻ തീ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകുമല്ലോ. ആ രീതിയിലെല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അങ്കുനും രാക്കേക്കും എനിക്കുമൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഉണ്ണിയപ്പം എന്ന് പറയുന്നത്. ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്, അതിൻ്റെ കൂടെ നിൽക്കേണ്ട ഒരു പലഹാരമാണല്ലോ. ഇന്ന് പഴം ഇരിക്കുമ്പോൾ ഇതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വെച്ചൊരു വെറൈറ്റി ആയിക്കോട്ടെ. ചില സമയം നമ്മുടെ മൂടാണ്, ഓരോന്ന് ഉണ്ടാക്കാൻ തോന്നുമ്പോൾ അങ്ങ് ഉണ്ടാക്കിയാൽ നടക്കും. അങ്ങനെ ഉണ്ണിയപ്പം ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് വിളക്കിൻ്റെ മുന്നിൽ വെക്കുകയാണ്. വിളക്ക് കത്തിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ദൈവത്തിൻ്റെ മുന്നിൽ ആദ്യം ചുടുന്നതൊന്ന് കൊണ്ടുവയ്ക്കുക. പിന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. കുറച്ചധികം മാവ് ഉണ്ട് കേട്ടോ കലക്കി വന്നപ്പോൾ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ വിളക്കിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് ഞാൻ കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം താഴെ ഞാൻ തുറന്ന് കാണിച്ചു തരാം. നല്ല ചൂടാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് അതെന്താ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ കഴിച്ചു നോക്കി. എൻ്റെ ഒരു കണക്ക് കൂട്ടൽ പ്രകാരം ഒരു 5 ട്രിപ്പ് ഉണ്ടാക്കാനുള്ള മാവുണ്ട്. ഒരു ട്രിപ്പിൽ 7 എണ്ണം വെച്ചാണ് എനിക്ക് കോരി ഒഴിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 35ഓളം ഉണ്ണിയപ്പം ഇങ്ങനെ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ചുട്ടെടുത്തു. ഒരുവിധം ആരി ഞാൻ ഈ പാത്രത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ അങ്ങ് അടച്ച് വെക്കാമല്ലോ. ചായയുടെ അല്ലാതെയൊക്കെ നമുക്കിങ്ങനെ പറക്കി കഴിക്കാം. ലഞ്ചിന് ഞാൻ ഇന്നൊരു ദാൽ ഫ്രൈയും റൈസും തൈരുമാണ്. അങ്കിത്തിന് ഒരുപാട് ഇഷ്ടമാണ് ദാൽ ഫ്രൈ. രാക്കെ ലഞ്ചിന് ഇല്ലല്ലോ. ഞാൻ അരി എന്തായാലും അടുപ്പ് ഇട്ടിട്ടുണ്ട്. മസൂർ ദാലാണ് ദാൽ ഫ്രൈക്ക് വേണ്ടി ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ പൊടികളെന്ന് പറഞ്ഞാൽ കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നുള്ളു മല്ലിപ്പൊടി, കസൂരി മേത്തി, ഉപ്പ്. തക്കാളി ഞാൻ ചേർക്കാത്തതുകൊണ്ട് കുറച്ച് ആംചൂർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വളരെ കുറച്ച്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തത് എണ്ണ ചൂടായതിനു ശേഷം. ജീരകം ഞാൻ ആദ്യം പൊട്ടിച്ച് ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ജീരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ദാൽ കഴുകി വെച്ചിരുന്ന ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി. ഇനി നമുക്ക് തീ ഓൺ ആക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ കൊടുക്കാം. മസൂർ ദാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്കിത്ത് കുഞ്ഞായിരുന്നപ്പോൾ അവൻ്റെ മെയിൻ ഫുഡ് ഒരു നേരം ഇത് തന്നെ ആയിരുന്നു. ഒരു 3 വയസ്സ് വരെ ഇത് തന്നെയായിരുന്നു ഞാൻ കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ നെയ്യിലായിരുന്നു ഞാൻ അന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, എണ്ണയിലല്ല. പിന്നെ ബസ്മതി അരി ആയിരുന്നു അന്ന് ഞാൻ കൊടുത്തോണ്ടിരുന്നത്. അതേ നമ്മുടെ ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം നമ്മുടെ കിച്ചൺ ബാൽക്കണി വന്നപ്പോൾ 2 ആൺമയിൽ നിൽപ്പുണ്ടായിരുന്നു, നിറച്ച് പീലിയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിനെ ഇങ്ങനെ വീഡിയോ എടുത്തു. അത് പീലി ഒന്ന് നിവർത്തി ആടുന്നെങ്കിൽ ആട്ടെ എന്ന് വെച്ചിട്ട് കുറേ നേരം നിന്ന് നോക്കി. പക്ഷെ അതൊക്കെ അങ്ങനെ ഇങ്ങനെ കുഞ്ഞി നടക്കുന്നതല്ലാതെ ഒരു തരത്തിൽ പീലി ഉള്ള ഡാൻസോ ഒന്നും കണ്ടില്ല. കുറേ നേരം ഞാൻ അതവിടെ ഇങ്ങനെ നോക്കി നിന്നു, അതെപ്പോഴെങ്കിലും പീലി വിടർത്തുന്നുണ്ടെങ്കിൽ കാണാമെന്ന് വെച്ചിട്ട്.
അങ്ങനെ ഫൈനലി ഞാൻ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു, അതിങ്ങനെ അലറുന്ന ശബ്ദം കേട്ട് ഞാൻ ഓടി വന്നപ്പോൾ ഇങ്ങനെ പീലി നീർത്തി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്നൊന്ന് എടുത്തു. അതിന് തോന്നിക്കാണും, പാവം തോന്നിക്കാണും, എന്നെ കണ്ടു കാണും ഞാൻ കുറേ നേരം ഇങ്ങനെ വീഡിയോ പിടിച്ചോണ്ട് നിൽക്കുന്നത്. എങ്കിലും കിട്ടുന്ന രീതിയിൽ ഞാനൊന്ന് എടുത്തു. ദൂരെ ആയതുകൊണ്ട് ഈ ക്ലാരിറ്റിയെ കിട്ടിയുള്ളൂ. അയ്യോ ചിരിച്ചിട്ട് പോണിട്ടുണ്ട്. നോക്ക് വൈകുന്നേരം ആയിട്ടോ, രാക്കേ വന്നിട്ടുണ്ട്. എന്തോ കണ്ട് ചിരിച്ച് മറിയുക അവിടെ ടി വിയിൽ. ഡിന്നറിനായിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. മസാലയ്ക്കായി ഞാനൊരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഒന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ പച്ചമുളക് ഇട്ടു. കുറച്ച് സവാള അരിഞ്ഞ് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, കസൂരിമേത്തി, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് ഈ രീതിയിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഗ്രേവി. അത് നമ്മുടെ വേവിച്ച് വെച്ചിരുന്ന ആവിയൊക്കെ മാറി തുറന്ന ഗ്രീൻ പീസിലേക്ക് ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിലും കൂടെ കൊടുക്കാം. എന്നിട്ട് ആവിയൊക്കെ മാറി തുറന്ന് നോക്കാം. നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഓപ്പണായിട്ട് തുറന്നിട്ടിട്ടൊന്ന് തിളപ്പിച്ച് കൊടുത്താൽ ഒന്ന് കുറുകിയും കൂടെ കിട്ടും. കൂടെ ചപ്പാത്തിയാണ് ഡിന്നർ. അപ്പോൾ ഗ്രീൻ പീസ് കറിയും ചപ്പാത്തിയാട്ടോ. നമ്മുടെ ചപ്പാത്തി അങ്ങനെ ഞാൻ പെട്ടെന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. സർവീസ് സെന്റർ കുടുകാവായിരുന്നു. അപ്പോൾ ഒരാൾക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മലയാളിക്കട കയറി കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കേക്കിൻ്റെ ചുറ്റും ചുരണ്ടി വെച്ചിരിക്കുന്ന ഒരാൾക്ക് കട്ട് ചെയ്തോ, ഫുൾ ചുരണ്ടി എടുത്ത്. പിന്നെ നമുക്ക് നമ്മുടെ മുന്തിരി ജ്യൂസ് ഉണ്ട്. മുന്തിരി ജ്യൂസും കേക്കും മുന്തിരി ഉണ്ട്. അത് എന്തോ കേക്കായിരുന്നു ഒരാൾക്ക്, ബനാന പുഡിങ് കേക്ക് അല്ലായിരുന്നു അല്ലേ? ബനാന പുഡിങ്. അതിനകത്ത് മുന്തിരി കേക്ക് ഇട്ടിട്ടുണ്ടോ? അടിപൊളി സാധനം. ചുരണ്ടിത് കഴിക്കും, എന്ത് ടേസ്റ്റ്. നല്ല മണല്ലേ. നമ്മുടെ നാടൻ കേക്കിന് എപ്പോഴും ഒരു ടേസ്റ്റ് തന്നെയാണല്ലോ. പിന്നെ ഞങ്ങൾ കേക്ക് അഡിക്ട്സ് ആണ്. കൊണ്ടുവന്നാൽ പിന്നെ കട്ട് ചെയ്ത് കഴിക്കാതെ ഒരു മനസ്സമാധാനം ഇല്ല. വിശപ്പുണ്ടോ ഇല്ലയോ അതൊന്നും നമുക്കൊരു വിഷയമല്ല, അത് കട്ട് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഞങ്ങൾ 3 പേരും പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പം എന്തായാലും കേക്ക് കട്ടിയും കഴിഞ്ഞിട്ടുണ്ട്, മുന്തിരി ജ്യൂസും വെച്ചിട്ടുണ്ട്. കോമ്പിനേഷൻ ആണല്ലോ രണ്ടും. ആദ്യത്തെ പീസ് വാങ്ങാനായിട്ട് അങ്കിത്ത് വട്ടമിട്ട് അവിടെയൊക്കെ തന്നെ നടപ്പുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലെ കേക്കും മുറിച്ചു. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.